Hello friends, welcome back to my channel. ഇത് നമ്മൾ ഇതുപോലെയുള്ള ഒരു കോഫി ബീനും അതുപോലെ അതിന് ഫ്ലവേഴ്സും ലീഫും ആയിട്ടൊക്കെയുള്ള ഒരു നല്ലൊരു ക്രാഫ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതേവരേക്കും ഈ ഒരു ക്രാഫ്റ്റ് നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ വേറെ ഒരു ചാനലിലോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പം വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആണിത്. എല്ലാവരും ഇത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെയുള്ള വൈറ്റ് കളർ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ സിസേഴ്സ് ആണ്. സിസേഴ്സ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ക്യാരി ബാഗ് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഒരു 4 ലെയറിലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ച് വെട്ടിരിക്കുന്നത്. ഈ ഒരു ക്യാരി ബാഗിന്റെ ഒരു മടക്ക് വരുന്നൊരു ഭാഗം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ നേരെ വെട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇത് 4 ലെയറിലായിട്ട് കിട്ടും. ഇനി നമുക്ക് അതിന്റെ താഴെയുള്ള ഭാഗവും അതേപോലെ തന്നെ അതിന്റെ ഹാൻഡിൽ വരുന്ന ആ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. പിന്നെ നമുക്ക് ഇതിന്റെ സെന്ററിൽ വരുന്ന ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കി കൊടുക്കാം. ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടൊരു 4 പീസ് പോലെ കിട്ടിയിട്ടുണ്ട്. 2 എണ്ണം പകുതി വെച്ച് മടക്കിയതാണ്. അപ്പോൾ ഇത് 4 പീസായിട്ട് കിട്ടിയിട്ടുണ്ട് മോൾ ഭാഗത്ത്. അപ്പം ആ ഒരു ഭാഗത്ത് നമുക്ക് ഇനി ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. യോജിച്ചിരിക്കുന്ന ഭാഗമല്ല, 4 എണ്ണം വേറെ വേറെ ആയിട്ടിരിക്കുന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ചെറുതായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതും താഴെ വരെ എത്തേണ്ട ആവശ്യമില്ല. നമുക്ക് താഴെ ആ ഒരു ഭാഗം, നമ്മൾ പിടിക്കുന്ന ആ ഒരു ഭാഗം കുറച്ച് വെച്ചതിന് ശേഷം ബാക്കി മുകളിൽ നിന്ന് താഴേക്ക് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഈ ഒരു ഫുൾ ഭാഗവും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു എൻഡിൽ നിന്ന് അടുത്ത എൻഡിലേക്ക് ഇതേപോലെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. പേപ്പർ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇതുപോലെ റോൾ ചെയ്തതിന് ശേഷം ഉണ്ടാക്കുന്ന പേപ്പർ ഫ്ലവർ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇതിന്റെ താഴെ ഭാഗം ഒരു കമ്പി ഉപയോഗിച്ചിട്ട് കെട്ടിയെടുക്കാം. വണ്ണം കുറഞ്ഞ ചെറിയ കമ്പി മതിയാവും. നമ്മൾ ഫ്ലവർ മേക്കിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതേപോലത്തെ കമ്പി ഉപയോഗിച്ചിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് കെട്ടി ഉറപ്പിക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനി കമ്പി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, നൂല് വെച്ചിട്ട് കെട്ടിയെടുത്താലും മതി. ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ഭാഗം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിയെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ലൈറ്ററാണ്. ഈ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് ഉരുക്കി കൊടുക്കാം. അധികം അടുത്തേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ തന്നെ മതിയാവും. അപ്പൊ തന്നെ ആ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ഉരുക്കി കിട്ടും. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ചതുരം പോലെ അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫീല് മാറ്റി ഒരു പൂവിന്റെ ഒരു ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്യുക. കൈക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ഇത് ചിലപ്പം കുറച്ച് അടുത്തേക്ക് പോവുകയാണെങ്കിൽ കത്തി കയ്യിലേക്ക് ഉരുകി വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കയ്യിൽ വീണ് കഴിഞ്ഞാൽ ഭയങ്കര വേദനയായിരിക്കും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്താൽ തന്നെ ഇത് നന്നായിട്ട് ഉരുകി കിട്ടും. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ അത് ഉരുക്കി കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യം ഇതുപോലുള്ള ലീഫാണ്. അപ്പോൾ ഇതുപോലുള്ള 2-3 ലീവ്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതേപോലുള്ള ലീവ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. കുറച്ച് കട്ടിയുള്ള പേപ്പറാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് കട്ടിയൊന്നും വേണ്ട, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു വിധത്തിലുള്ളത് വേണം. ചാർട്ട് പേപ്പർ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇതേപോലെയുള്ള പേപ്പർ എടുത്തതിന് ശേഷം നമുക്ക് അതിൽ ഒരു ലീഫിന്റെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് വേണ്ടത്. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇലയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം നമുക്ക്.
ഇതിലെ ലൈൻസ് ഒക്കെ വരാനായിട്ട് ഇതേപോലെ സിക്സാഗ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതിൽ കാണുന്നത് പോലെ ആ ഒരു വരകളൊക്കെ വരും. ഒന്ന് ചരിച്ചിട്ടാണ് മടക്കേണ്ടത്. നേരെ മടക്കുന്നതിന് പകരമായിട്ട് നമുക്കൊന്ന് ചരിച്ച് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി നോക്കാം. കണ്ടില്ലേ, ഇതിൽ ഇതേപോലെയുള്ള ലൈൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ലീഫിന്റെ ആ ഒരു ടെക്സ്ചർ വന്നതുപോലെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കതിനായിട്ട് ഈ ഒരു സാപ്പ് ഗ്രീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗ്രീൻ കളർ, അക്രിലിക് കളർ നമുക്ക് ഇതിൽ പെയിന്റ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. കുറച്ച് കട്ടിയുള്ള ഒരു കമ്പിയിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ഇതേപോലെ ഒരു ലീഫ് വെച്ചതിന് ശേഷം നമുക്ക് ഗ്രീൻ ടാപ്പ് വെച്ചിട്ടാണ് ഇത് ചുറ്റി കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ലീഫ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ട് എടുക്കുക. ലീഫ് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഫ്ലവർ അവിടെ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മളിപ്പോ ഇതിന് ഈ ഒരു ഫ്ലവറിന്റെ താഴെ ഭാഗത്ത് കമ്പി വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കമ്പി അതിലേക്ക് വെച്ച് കൊടുത്ത് എളുപ്പത്തിൽ തന്നെ ചുറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു പൂവ് അവിടെ വെച്ചിട്ട് ഇനി ഈ ഒരു ഗ്രീൻ ടാപ്പ് മുഴുവനായിട്ട് ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഇനി കുറച്ചൊരു സ്പേസ് വിട്ട ശേഷം നമുക്ക് അടുത്ത ലീവ്സ് വെച്ച് കൊടുക്കാം. രണ്ട് ലീവ്സ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലേക്കായിട്ട് ഇതേപോലെ ലീവ്സ് ഇനിയും വെച്ച് കൊടുക്കാം. ഇനി അതും ഇതേപോലെ തന്നെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. ബാക്കിയുള്ള ഫ്ലവേഴ്സും ലീഫൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കറിയാം കോഫിയുടെ ആ ഒരു കമ്പെന്ന് പറഞ്ഞാൽ കുറച്ച് നീളമുള്ളതായിരിക്കും. അപ്പൊ ആ ഒരു നീണ്ട കമ്പിന്റെ മുകളിലാണ് ഇതേപോലെയുള്ള പൂക്കളും അതേപോലെ തന്നെ കായൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു റൗണ്ടിൽ ചെറിയൊരു കഷ്ണം കട്ട് ചെയ്തിട്ട് എടുക്കാം. അതിലേക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. ഇനി ഞാനൊരു കോഫി ബീനിന്റെ ആ ഒരു ടൈപ്പിലാണ് ചെയ്യുന്നത്. നല്ല റെഡ് കളറായിരിക്കും ഈ ഒരു കോഫി ബീൻ പഴുത്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പൊ ആ ഒരു ടൈപ്പിൽ വരാനായിട്ടാണ് ഞാനിപ്പോ മഞ്ചാടിക്കുരാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും മുത്തുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ, റെഡ് കളറുള്ള ഇത് ഉണ്ടെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ക്ലേ ഇതുപോലെ ചെറുതായിട്ട് ഉരുട്ടി വെച്ച് കൊടുക്കാം. അതിന് പെയിന്റ് ചെയ്തെടുത്താലും മതി. ഇപ്പൊ ഞാൻ കുറച്ചുകൂടി എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ മഞ്ചാടിക്കുരു ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പ് അല്ല വരുന്നതെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇതേപോലെ ഞാൻ റൗണ്ടിൽ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. പിന്നെ കുറച്ചുകൂടി ഒരു നാച്ചുറൽ ആയിട്ട് തോന്നാനായിട്ട് ഈ റൗണ്ടിൽ ഒട്ടിച്ചതിന് മീതെയൊക്കെ ഞാൻ കുറച്ച് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു തണ്ടില് ഈ ഒരു ഇലയുടെ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളിത് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടേക്ക് ഇത് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെയാണ് നമ്മളിപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ചുകൂടെ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മഞ്ചാടിക്കുരു ആ ഒരു ഭാഗത്തു കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് ഇത് നന്നായിട്ടൊന്ന് സ്റ്റൈലായിട്ട് വന്നത്. അപ്പൊ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫൈനൽ ലുക്ക് ഉള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. എന്നാൽ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലുക്കും ഉണ്ട് ഇതിന്. അപ്പം ഈ ഒരു ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇനി വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.